ഇല്ലല്ലേ കുറെ ആൾക്കാരുണ്ടായിരുന്നു മാര്. ആ വാസുണ്ണ കണ്ടേ. വാസുണ്ണ എവിടെ അടുത്തേക്കുന്നു. എടാ മുതുക്കുറിപ്പല്ലോ എന്താണ് മുതുക്കുറിപ്പ്? ചന്ദ്രൻ ഇവിടെ ഉണ്ട്. വാസുണ്ണ ഉണ്ട്. ഇറങ്ങി ഗ്യാങ്റസിലുള്ള ടൈമിലാണോ അടിച്ചത്? ഈ സ്കൈലൈൻ എടാ ഒരു പർപ്പിൾ സ്കൈലൈൻ അതേ എടുക്കണം എടാ 4 പേർക്കല്ലേ അടിക്കാൻ പറ്റത്തുള്ളൂ. സിറ്റുവേഷൻ 4 പേര് ഇറങ്ങി അടിക്കാൻ വരെ. ഓ ഞാനുണ്ട്. ഈ 4 വണ്ടിയാമാരാണ്. ഏതാ വണ്ടിമാരാ? പർപ്പിൾ ഗ്രീൻ വില്ലുമോനെ ആ പർപ്പിൾ സ്കൈലൈൻ കണ്ടോ? ഇറങ്ങി അടിച്ചോണേ. വെയിറ്റ് ഞാൻ നേരത്തെ ഇല്ലായിരുന്നു. ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. എന്റെ കാണാൻ ഗണ്ണൊന്നും ഇല്ലായിരുന്നു. പിസ്റ്റൾ ഇല്ലായിരുന്നു. എടാ വില്ലുമോനെ പർപ്പിൾ സ്കൈലൈൻ. ആ പർപ്പിൾ സ്കൈലൈൻ 2 എണ്ണം ഉണ്ട്. ഒരു ഏരിയൻ ഡ്രസ് ഒക്കെ. അമ്മമാരാണ് ആദ്യം നിങ്ങൾ ഇറങ്ങി അടിച്ചത്. അവന്മാരെ കറക്റ്റ് 3 ടാപ്പ് പഠിക്കാനുള്ള ഇത് ഇട്ട് ഇറങ്ങി അടിച്ചോ. പമ്പിനൊക്കെ കറങ്ങുന്നുണ്ട്. നമ്മള് പർപ്പിൾ കോറക്റ്റ് ആണേ. ആ പർപ്പിൾ സ്കൈലൈൻ എടാ നീ ഓടിക്കും. എനിക്ക് ഒരു വീഡിയോ കിട്ടി ഞാൻ കിക്കാവും. ഇതാണ് അടിക്കുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും. വില്ലു നീ ഓടിക്കോ. എനിക്ക് ഒരു വീഡിയോ കിക്കാവും. നീ ഓടിച്ചു. അണ്ണാ എവിടാ വണ്ടി നിക്കടാ. കേറാൻ പറ്റില്ല. വാസുണ്ണ കേട്ടാ വണ്ടി കേട്ടാ റിപ്പയർ ചെയ്യുന്നു. അണ്ണാ ഇത് നടന്നു എന്റെ ഗ്രോസ മാത്രമേ ഉണ്ടായുള്ളൂ. അതാണ് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. ഏത് വണ്ടി പഠിക്കണ്ടെന്ന് പറഞ്ഞു തരുമോ? എടാ വലിയ നമുക്ക് ആദ്യം എടുത്ത് പണ്ടേണ്ടത് പർപ്പിൾ സ്കൈലൈൻ. ഇത് നമ്മുടെ ബാക്കിലുള്ള ബൈഫൂട്ട് ഇറങ്ങിയ ബൈഫൂട്ട് ഇറങ്ങിയ പർപ്പിൾ സ്കൈലൈൻ ബൈഫൂട്ട് ഇറങ്ങിയ ഇവന്മാരെ പണ്ടാൻ പറ്റും. എല്ലാവർക്കും കുന്നറാവന്മാരാ അവനെ കൊണ്ട് മണ്ടന്മാരാണോ? എടാ ഇവ കിട്ടിയ ജീവകൻ അടിച്ചോ? അടിക്കോണേ. ആ വണ്ടിയുടെ ഓണേ. ഒരു വണ്ടിയുടെ ഓണേ. നിങ്ങളെ കൊന്നേരോ 2 പേര് കൊന്നോണ്ടേ. വണ്ടി ഇറങ്ങി അടിയും കണ്ണാ അടിക്കുന്നില്ലേ? ഇല്ല മാത്രം. എടാ മൈൽ ഓത്ത ഡ്രസ് ഞാനാണ്. എന്നെ അടിക്കല്ലേ. ആരെ മണിക്കൂർ ഒഴിച്ച് മകരണ കട കൂതി മോനെ അവളാ. തീർന്നാ ഇതിന്റെ മണ്ടയിലുണ്ട്. അടിക്കല്ലേ ഞാൻ ഡ്രസ്സില്ല. ഞാൻ അവനെ പിടിച്ചെടുത്ത് റൈറ്റിലേക്ക് ചാച്ചാടി പണ്ടിക്ക് അവനെ ഒന്ന് പണ്ടിക്ക
ഡൗൺ 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 ഇവിടെ എവിടെ 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 അത് കണ്ണാപ്പി നിങ്ങളൊക്കെ അല്ലേ എവിടെ പണി 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 അത്രേ ഉള്ളു തീർന്നു ഓൾ ഡൗൺ കഴപ്പങ്ങ് തീർന്നേ എല്ലാത്തിനും കഴപ്പം തീർന്നേ ഇവിടെ ഓൾ ഡൗൺ ഏരിയ പൈപ്പ് എടാ എനിക്ക് ഈ ഇന്ത്യൻ ക്രോസർ വരുന്നടാ മറ്റേ വലിയ സാധനം ആ എടാ എനിക്ക് മറ്റേ ഇൻ ഗെയിം ക്രോസർ വന്നടാ ടീസ്ലാസ് ക്രോസ് ഇതൊക്കെ 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 ഈ കറുപ്പും വെള്ളക്കാര് ഈ വെള്ള ആരാ വലിയ നിന്റെ അടുത്തുള്ള ബ്രോ ആ അത്രേ ഉള്ളൂ കളിച്ച് എല്ലാത്തിനും കളിച്ച് 4 എണ്ണത്തിന് പണി കേട്ടാ തീട്ടല്ലേ കേടാ പറഞ്ഞു ബ്രോ എന്താ ബ്രോ എന്താ ബ്രോ അവന്റെ ബോഡി എവിടെയാ പോവാനായിട്ടില്ല കേട്ടാ അവിടെ കിടന്നീ തീട്ടമേ എവിടെ പോണടാ മണിക്കൂർ തീട്ട കണ്ടി പോടാന്നൊക്കെ തീട്ടനെ പുഴുത്തല്ല കിടക്കണാളാ തീട്ടം പോലെ എന്നെ അരമണിക്കൂർ വെടിവെച്ച് ഇവനെ ഒരുത്തനെടുത്ത് കക്കൂസ കഴിപ്പിച്ചു വെള്ള ഡ്രസ് അവനല്ലത് അവനായിരുന്നു എന്തോന്നാ ഞാൻ കാണിച്ചു തരാം ഇജാതി മെസ്സേജ് ആയിരുന്നു എന്റെ അടുത്ത് അണ്ണാ ഒരു 5 എണ്ണത്തിന് പോയിട്ടുണ്ട് ഒരു 5 എണ്ണത്തിന് മുൻപുണ്ട് 5 എണ്ണത്തിന് എടാ സ്റ്റീവേ ഞാനും ചന്ദ്രനോട് ഒരുത്തിനെ എടുത്തവന്മാരെ കൊടുത്തു ഞാനാ എടുത്തത് അവനെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴത്തേനും ഞാൻ അറിയില്ല റിപ്പയറിന്റെ അവിടെ ഒരു 10 പേര് ഒരുമിച്ച് വണ്ടി കുത്തി ഇറങ്ങി എനിക്ക് മനസ്സിലായില്ല മച്ചാനെ കയ്യെ നോക്കി മച്ചാനെ വാസന കയ്യെ നോക്കിക്കേ ആണോ വലിയ കയറി നീ വയ്യടിക്കടാ നീ കയ്യിൽ നോക്കി നീ വയ്യടിക്കും 4 പേര് ബാക്കിയുള്ള മാറാ പോയാ ഞാൻ തീട്ടം പോയാ ഇവിടെ നിൽക്കുന്ന സേഫ് അല്ലേ നമുക്ക് മണിയുടെ കൊണ്ടുപോവാ വിനു പറഞ്ഞ് ഉള്ള കോട്ടയ്ക്കെല്ലാം കയറിക്കോ അണ്ണ ഓടിച്ചു നോക്കി ഏതാണ് ആ വാ എടാ എല്ലാരും വണ്ടി കയറി മണി ടൈപ്പിലേക്ക് വൾഗറ കിടക്കുവാണ് ആ പയ്യനെയും കൊണ്ടുവന്നു കഴിപ്പിക്കാം വാസോണം കത്തിയാ കസ്റ്റംസില് ഹലോ ഏതെങ്കിലും ഫാമിലിയിലൊക്കെ ഉള്ളതാണോ ഓൾറെഡി പറഞ്ഞു നമ്മളാരും പറയൂല
ഏതൊരു ഫാമിലിയിലൊക്കെ ഉള്ളതാണോ നമ്മൾ പറയത്തില്ലായിരുന്നു പറയാം. ഇവർക്ക് 4 പേർക്ക് ഒരു ദേഷ്യം, ഞങ്ങൾക്ക് 4 പേർക്ക് വേറെ ദേഷ്യം. അതെ, ഫാമിലി ഏതാണ്? പല പല ഞങ്ങൾക്ക് നമ്മുടെ വേറെ. അത് കുഴപ്പമില്ല. അത് കോമഡി നല്ല ചോദിച്ചത്, ഫാമിലി എന്നാണ് ചോദിച്ചത്. നമ്മുടെ 4 പേര് സ്കോഡ് ഇപ്പുറത്ത് അവര് 4 പേര് അപ്പുറത്ത് ഇരിക്കട്ടെ. അതെ, രണ്ട് കണക്ക് തീർക്കാണ്ട് നമ്മള് 4 പേർക്ക് വേറെ ദേഷ്യമാണ് ബ്രോ. നിങ്ങൾ അവരെ അടി വാങ്ങിച്ചിട്ട് ബാക്കി നമ്മള് ഞങ്ങളുടെ വേറെ ദേഷ്യമാണ്. ആദ്യം നമ്മുടെ കക്കൂസ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കക്കൂസ് രണ്ട് കക്കൂസുണ്ട്. നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. കൂട്ടത്തിൽ കുറെ അമ്മമാരുണ്ടെന്ന് പറഞ്ഞ് മെസ്സ് അടിക്കാൻ ഇറങ്ങിയിട്ടേ പാവം ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് കഷ്ടോടാ. അയ്യോ, ഇത്രയും കേട്ടവന്മാരുടെ കൂടെ ആണല്ലോ ഗണ്ണും പൊക്കി ഇറങ്ങിയത്. കഷ്ടം തന്നെ. സാമൺ ഓപ്ഷൻ ഞാൻ അവന്റെ പറഞ്ഞല്ലേ, നമ്മളാർക്കും പറയുന്നില്ല, പേടിക്കണ്ട, ചുമ്മാ ചോദിക്കുന്നതാണ്. ഏത് ഫാമിലി മനസ്സിലായി? നമ്മളൊരു ഫാമിലി എടുക്കുന്നില്ലോ. അവന്മാര് 5 പേരുണ്ട്. അതിന് ഞാൻ ഒരു കണ്ടി വിളിച്ചു. അയ്യോ, ഇത്ര extreme torture. മൂന്ന് കണ്ടി. അത് കൂടുതൽ, അത് കൂടുതൽ. 2 സോൾഡ്. 2 കൊടുത്തേരെ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നീ പമ്പിന്റെ അവിടെ അടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഭയങ്കര ബസ് കേട്ടോ. നിന്നെ അടിക്കും, നിന്റെ കൂട്ടത്തിലുള്ളവന്മാരെ അടിക്കും, എല്ലാവന്മാരെ അടിക്കും, ചോദിക്കാൻ വരുന്നവന്മാരെ അടിക്കും. നിന്റെ കൂട്ടത്തിലുള്ളമാരൊക്കെ നമ്മള് ചന്ദ്രു കണ്ണാപ്പി ഇങ്ങനെ നമ്മള് റിവെഞ്ച് ചെയ്യാം. അവരാദ്യം സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കൊല്ലാൻ വേണ്ടി ട്രിഗർ ചെയ്യണം. കൊല്ലാൻ വേണ്ടി ട്രിഗർ ചെയ്യണം. കക്കൂസ് ആയിരിക്കാൻ വേണ്ടിട്ട് അവരോട് മെയിൻ ആയിട്ട് സംസാരിക്കുന്ന 4 പേരല്ലാണ്ട് ബാക്കി കൂട്ടുകാരാ, നിന്റെ കൂടെയുള്ളമാരൊക്കെ അടികൊണ്ട് പുഴുത്ത് ഓടി. വെച്ച് വൈകിപ്പിക്കണോ? അതല്ല ശിവേ, അതല്ല. നമ്മളെ കാണാൻ വന്നാണ് നിങ്ങളെ 4 പേര്. ആയാലും തല്ലുകൊള്ളി, ഫാമിലി ആയാലും തല്ലുകൊള്ളി, ഫാമിലി അത് പോട്ടല്ല, പോട്ട്. വാസു ബ്രോ, നിങ്ങളുടെ റിവെഞ്ചും കാര്യങ്ങളും കഴിയുമ്പോൾ നമ്മളൊന്ന് വിളിക്കണം. നമുക്ക് 4 പേർക്ക് വേറെ റിവെഞ്ച് ഉണ്ട്, ഒന്ന് വിളിച്ചേക്കണേ. സിറ്റിയിൽ തല്ലുകൊള്ളുകൾ പറഞ്ഞാൽ ഇവന്മാരാണ്. ഞാൻ ഡൗട്ട് കേട്ടോണ്ടാ. സിറ്റിസൺ വള്ളി എന്ന് പറഞ്ഞാൽ 4 പേർക്കുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഇവന്മാരെ കൂട്ടത്തിൽ 5 പേരെ കൊന്നു. ഇതെന്തൊരു കണക്കാണ് എനിക്ക് മനസ്സിലാവണല്ലോ. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അല്ല, ആൾ കളി കിട്ടിയോ? നിങ്ങൾ എത്ര ആൾക്കാണ് ഒന്ന് പറഞ്ഞാൽ നീ പറ. നീയാണോ മുണ്ടപ്പട്ടിയാണോ നീ? കളിക്കാൻ തീട്ടാണോ? സംസാരിക്കും. വില്ലുവനെ വെയിറ്റ്. അല്ല വെയിറ്റ്. ചന്തിലാണോ നീ ഒക്കെ വെക്കുന്നേ? എടാ പൊട്ടമ്പട്ടി. ഒരാള് സംസാരിക്കും. കേൾക്കുന്നില്ല. ഹലോ, നീ പറഞ്ഞു. അല്ലല്ല, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ എത്ര ഉണ്ടായിരുന്നു? നിങ്ങൾ പറയാം. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മള് 4-5 പേരുണ്ടായിരുന്നു. 5 പേരുണ്ടായിരുന്നു. ഞാൻ തന്നെ 5 പേരെ കൊന്നു. ഞാൻ 2 പേരെ കൊന്നു. ബ്രോ അപ്പത്തിന് എത്ര പേരായി ബ്രോ? 8-9 പേരായി. നിങ്ങളൊക്കെ എല്ലാരും അവിടെ മുതുക്കിലുണ്ടായിരുന്ന എല്ലാരും പിടിച്ചു കൊന്നായിരുന്നു. നിന്നെ പോലത്തെ കഴിവില്ലാതെ കൊണ്ടായിരുന്നു. ഇങ്ങോട്ട് വെടിവെച്ച് നിന്റെ അടുത്തുള്ള എല്ലാത്തിനും നേരത്തെ കണ്ടായിരുന്നല്ലോ ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നേ അവിടെ. അവിടെ ഒരാ എന്തോ
തലയിൽ കൂടെ മാഞ്ഞു ഓർമ്മയില്ലാത്ത കാര്യം സംസാരിക്കണ്ട കേട്ടോ. സംസാരിക്കില്ല എല്ലാ റൂളും കീപ്പ് ഇവനെ കക്കൂസം കഴിപ്പിക്കാം വാ തീട്ടം വരാം കേട്ടോടാ തല്ലുള്ളി തല്ലുള്ളി കേട്ടോ. രണ്ട് കക്കൂസുണ്ട്. സ്പൈഡർമാൻ കുനിഞ്ഞു എനിക്ക് ഓർമ്മ വന്നല്ലേ സ്പൈഡർമാൻ കുനിഞ്ഞു ആ ഇട് നീ അങ്ങോട്ട് ഇടങ്ങോട്ട് സ്പൈഡർമാൻ ഇട് നിനക്കെന്ത് സാരി വേണോ നിനക്കെന്ത് പച്ചക്കറിയുടെ സാരി വേണോ കുഞ്ഞിക്കാൻ പലക്ക് പോയി ബ്രോ ആണ് ചെയ്യല്ല ബ്രോ ആൾക്കറിയും ബ്രോ ഡേയ് ഗൺ പോയിന്റ് ആണ് കേട്ടോ മൂഞ്ചാനല്ല അങ്ങോട്ട് അല്ല 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 നിനക്കെന്ത് പേടിയില്ലേ നില്ല കുഞ്ഞിലങ്ങോട്ട് നീ അങ്ങോട്ട് കുനിയങ്ങോട്ട് സറണ്ടർ ഒന്നല്ല നീ സ്പൈഡർ ആയിട്ടാ മതി കുനിയങ്ങോട്ട് അയ്യോ ഇപ്പൊ നല്ലോണം കുനിയുന്നുള്ള എന്ത് പണി ഇതാണ് നിന്റെ പണി രാത്രി എന്ത് പലയിട്ട് കുഞ്ഞിരിക്കുവോ ഗ്യാങ് ഫണ്ടിന് വേണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇവൻ അവരെ സാരിയൊക്കെ കൊടുത്ത് അണീച്ചെടുത്താണ് മനസ്സിലായി എന്ന് രാത്രി നിൽക്കുന്ന പോലെ അയ്യോ കൺവേർട്ടിംഗ് സ്കിൽ അപമാനാണ് നീ പട്ടിത്തീട്ടെന്ന് വിളിക്കുകയാണെങ്കിൽ ശരി സമ്മതിക്കാം. അടി കൊണ്ട് എന്താ ബ്രോ ഇങ്ങനെ റേസസ് ആണ്. നിന്നോട് സംസാരിക്കുന്നത് പള്ളിയിൽ അച്ഛനോ നമ്പൂതിരിയോ അല്ല. ഞാൻ നിന്നെ ചീത്ത വിളിക്കണോ തോന്നിയോ ചീത്ത വിളിക്കും, നിന്നെ ഉണങ്ങിയെന്ന് വിളിക്കും, കരിഞ്ഞെന്ന് വിളിക്കും, ചിലപ്പോ കരിഞ്ഞെന്ന് വിളിക്കും. പട്ടിത്തീട്ടോ എന്നാ പറഞ്ഞേ, അല്ലാതെ നിന്നെ അല്ലല്ലോ ഞാൻ പറഞ്ഞേ. നീ പട്ടിത്തീട്ടാണ് അടി കൊണ്ട് പൊടുത്തമാര് പട്ടത്തീട്ടമാണ് മനസ്സിലായ അവൻ തന്നെ സമ്മതിച്ചു പട്ടത്തീട്ടമാണ്. പട്ടിത്തീട്ടം നീയാണെന്ന് സ്വന്തമായിട്ട് സമ്മതിച്ചെങ്കിൽ അതൊരു ബോഡി ഷേമിങ്ങോ മറ്റേ റേസിസോ ആയിരിക്കാം. പട്ടിത്തീട്ടം നീയാണെന്ന് സമ്മതിച്ചോ? വണ്ടി 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 ശബ്ദം അല്ല അത് വേറെ 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 പട്ടിത്തീട്ടം എന്നാ പറഞ്ഞു, ഉണങ്ങി പട്ടിത്തീട്ടം. നീ പട്ടിത്തീട്ടം ആണെന്ന് സമ്മതിച്ചോ? ഇല്ല ഞാൻ സമ്മതിച്ചില്ല. ഒരു ഉണങ്ങിയ പട്ടത്തീട്ടം ഒരു പട്ടത്തീട്ടം ഉണങ്ങിയ പട്ടിത്തീട്ടം OLX-ലിട്ട് വിൽക്കാനാണ് പറഞ്ഞത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. നീ ആയിട്ട് എന്നെ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു നീയാണെന്ന്. നിങ്ങൾക്ക് അതെ അതെ ഒരു പട്ടത്തീട്ടന്റെ കുനിഞ്ഞിരിക്കുന്നുണ്ടോ എന്നും രാത്രി സാരി കൊടുത്ത് പല ശാന്ത പോലെയല്ലേ കറക്റ്റ് ഏതാ ഇരുത്തം നോക്ക് പ്രൊഫഷണൽ ടു സ്പീക്ക്. ഏത് മുക്കാണ് നിങ്ങൾ ഈ കാണുന്നതാണ് കൺവേർട്ടിംഗ് കിങ്. മിത്ര കാണുന്നില്ല ഇൻസ്റ്റാഗ്രാമിന്റെ ബഗ്ഗാണ് ഈ കുഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ സെറ്റിലെ ഏറ്റവും വലിയ പാട്ട്. ചെറുക്കൻ കയറി തൂങ്ങുമെല്ലാം ചെയ്യുവേ മറ്റേ ഡിപ്രഷൻ ചെറുക്കൻ കയറി തൂങ്ങും. കാരണം ഒന്നാതെ നാട്ടുകാരുടെ മൊത്തം കയ്യിൽ നിന്ന് ഫാമിലിയിലുള്ളപ്പോഴേ തല്ലുകൊടുന്ന പയ്യനാണ്. ഇതൂടെ അവൻ താങ്ങൂല്ല. അയ്യോ നമ്മള് സിറ്റിയിലെ കാര്യമാണേ പറയണേ. ഇനി അതും വേറെ അതൊരു കൺവേർട്ടായി അതിപ്പോ കൺവേർട്ടായി കഴിഞ്ഞ് അതിനെ കൺവേർട്ട് ചെയ്യരുത്. നമ്മൾ അങ്ങനെ നമ്മൾ സിറ്റി തന്നെയാണ് എല്ലാം. അത്രേ ഉള്ളൂ അവനെ ഞങ്ങളുടെ പേടിയതാണ്. എത്ര റെറ്റോട് യൂസ് ചെയ്തിട്ട് പട്ടിത്തീട്ടം തന്നെ ഞങ്ങള് പറഞ്ഞത് നിനക്ക് കൺവേർട്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തില്ല, അതുകൊണ്ട് പറഞ്ഞത്. അല്ല അതെ അത് സിറ്റി തന്നെയാണ്. എടാ ഇത്രേ ഉള്ളടാ നീ അടി കൊണ്ട് പുഴുത്തു മനസ്സിലായില്ലേ? നീ അടി കൊണ്ട് പുഴുത്തു സോ പട്ടത്തീട്ടോ പോയി കുറെ നേരം ആയില്ലേ പുഴുത്തില്ല അതുകൊണ്ട് കരിഞ്ഞ പട്ടത്തീട്ടം. നീ അങ്ങനെ വിചാരിച്ചാൽ മതി, ഇത്ര വിഷമമൊന്നും ആവണ്ട നിനക്ക്. സ്റ്റീവേ ഇവർക്ക് ട്യൂട്ടോറിയലുണ്ട് കേട്ടോ, ഗണ്ണ് പിടിക്കാൻ എങ്ങനെ പഠിപ്പിക്കും അത് ഇവരുടെ ട്യൂട്ടോറിലുണ്ട്. ഇവന്മാരെ കൂട്ടത്തിലുള്ളവന്മാര് ക്ലാസ് നിന്റെ കൂടെ വന്ന് 7 പേർക്കൊന്ന് എടുത്തു കൊടുക്കണേ, അത് എങ്ങനെ പിടിക്കുമെന്ന് കേട്ടോ. അവര് എന്നെ കറക്റ്റ് കണക്കെടുക്കും. എന്നിട്ട് ഈ ഷോ ഓഫ് TDM കാണിക്കണം കേട്ടോ. ഇവിടെ വന്ന് ആമ്പിള്ളേർ എടുത്താൽ ഇങ്ങനെ വന്ന് കുനിഞ്ഞിരിക്കേണ്ടി വരും, കുനിഞ്ഞ് മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നോ നീ കുറച്ച് ചന്ദ്ര OLX-ൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അത് പഠിപ്പിക്കൂടാ. OLX ചേർന്നോ? ഭാവിശ്ശേരി കണ്ണാപ്പി നിങ്ങളുടെ എന്തിനു കൊടുക്കാണ്ടോ? നമ്മുടെ കഴിഞ്ഞ് ഭാവിശ്ശേരി സിനിമ നിങ്ങൾ എടുക്കാണ്ടോ? നമ്മളെ കണക്ക് കീറുന്നു നിങ്ങൾ കൊടുത്തോ? കഴിഞ്ഞു ചന്ദ്ര മാറിക്കോ. അവരുടെ കണക്ക് ചന്ദ്ര മാറിക്കോ.
ഭവിഷ്യായിട്ട് ഞാൻ മുതുക്ക് മറ്റേ റിപ്പയർ വഴി വന്നപ്പോഴേ പുള്ളി എന്ത് പറഞ്ഞു ഇവിടെ സ്മെല്ല് വരുന്നേ സെയിം പട്ടിത്തീട്ടത്തിന്റെ ഒരു സ്മെല്ലല്ലേ ഞാൻ മുതുക്ക് വഴി വന്നപ്പോഴും ഇതേ സ്മെല്ലുണ്ടായിരുന്നു കാലും പറ്റി കിടക്കണം കിടക്കുന്നത് എവിടുന്നാണോ ജസ്റ്റ് ഒന്ന് ബാൻഡ് ചെക്ക് ചെയ്ത് നോക്കി അങ്ങനെ സ്വന്തം സുനിമോനെ എടാ എത്ര നേരം പറയോ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ പറയുന്ന കാര്യം കേട്ടോ കറക്റ്റ് സിറ്റിസൺ സിറ്റുവേഷൻ ആണ് ഞാൻ കാരണം ഹെൽമെറ്റ് ഇട്ടേക്കുന്നൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഒന്നുമില്ല കേട്ടോ എന്നെ അടിച്ചിട്ടിട്ട് എന്റെ അടുത്ത് വന്നിട്ട് വാസു എന്ന് വിളിച്ച് സംസാരിക്കുന്നു എങ്ങനെ അറിയാടാ ഞാൻ വാസു കൺകണ്ട ദൈവം എന്ത് ചെയ്യാൻ പറ്റും ബ്രോ കേട്ടോ ബ്രോ ഒരു മിനിറ്റ് അപ്പൊ നീ ഗ്യാങ് ഡ്രസ് ഇട്ടോളാനെ നീ അടിച്ചല്ലേ സത്യ